എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമയുടെ എപ്പിസോഡ് 12 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവർ പോകാൻ നേരമാണ് അങ്ങോട്ട് ഒരാൾ വരുന്നത്. അയാളുടെ പേര് ലീലിയാണ്. ലീലൈക്ക ലീ എന്ന് പറയാം. അയാൾ വന്നത് കണ്ട് നിങ്ങളെന്താ ഇവിടെ എന്ന് മോമിഷി. എന്നാൽ ആൾ വന്ന പ്രസൻസ് പോലും മനസ്സിലാകാൻ കഴിഞ്ഞില്ല എന്നാണ് വാങ്ങിച്ച് പറയുന്നത്. ക്യൂബ് അപ്പോഴാണ് മാസ്റ്റർ, നിന്റെ മുൻപിലുള്ള ആള് വളരെ സ്ട്രോങ് ആണ്, അതുപോലെ എന്തോ സീൽ ചെയ്ത് വെച്ചേക്കാണ്. എന്ത് സ്ട്രോങ്ങാ എന്ന് അവന് ഷോക്ക്. ലിയബോ, ഞാൻ ഇവിടെ നിന്ന് പോയി എന്നല്ലേ നീ വിചാരിച്ചത്? എനിക്ക് 1 മാസം മുൻപ് തന്നെ രുദ്ര ഇന്ത്യയിൽ നിന്ന് ഇൻഫർമേഷൻ ചോർന്നത് അറിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചത് ഒരു വലിയ ഫിഷിനെ പിടിക്കാമെന്നായിരുന്നു. എന്നാൽ വന്നതാകട്ടെ 2 ചെറിയ ബേബി ഫിഷ്. ക്യൂബ് അപ്പോൾ അയാളുടെ പവർ കൂടി വരികയാണ്. 350, 400, 420 ഒക്കെ നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് പേരെ നിങ്ങൾ കൊന്നു. പാരമായിട്ട് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞ് അവളെ പിടിക്കാനായിട്ട് വരുമ്പോഴാണ് അത് വാങ്ങിച്ച തടഞ്ഞ്. ഓ അങ്ങനെയോ എന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് മാറാൻ നോക്കി എന്നാൽ കൈ മുറിഞ്ഞു. അപ്പോഴുണ്ട് അയാളുടെ കൈ ഷാർപ്പായ അയൺ പോലെ അയനായിട്ട് മാറുകയാണ്. മോമിഷയെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച അയൺ ഫിസ്റ്റ് നിക്നി മാത്രമാകുമെന്ന് എന്ന് പറഞ്ഞ് കൊല്ലാനായിട്ട് വന്നപ്പോൾ സ്പീഡിന് വന്ന് അത് തട്ടിയായിട്ട് അത് കണ്ടിട്ട് എനിക്ക് സ്നീക്ക് അറ്റാക്ക് ചെയ്യുന്നവരെ കൊല്ലാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു വരുമ്പോൾ വാങ്ങിച്ചതിൻ്റെ പെട്ടെന്നുള്ള അറ്റാക്ക് അതിലയാൾക്ക് കിട്ടിയതുപോലെ എങ്കിൽ കൂടി കാലവാരി കറക്കി ഒറ്റയാട്ടി അതവന് നന്നായിട്ട് കിട്ടി. പിന്നെയും വരുന്നു അതേപോലെ മൂമിച്ച് തട്ടിയകറ്റുന്നു. എന്തിനേലും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ തന്നെ ടെലിപ്പോർട്ട് ചെയ്ത് വന്ന് അവ അടിക്കുന്ന അയാളുടെ മുഖത്ത് ഒരു വെട്ടുവീണ്. അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് പറയുകയാണ്, ഇത് നിന്റെ ഒരു ഫോർബിഡൻ ടെക്നിക് ആകുമല്ലേ? അപ്പോഴാണ് മൂമിച്ച്, നമ്മൾ ടീമപ്പ് ആയാൽ എന്താണ് ഗുണം, എങ്കിലും സർവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളു എന്ന് വാങ്ങിച്ചു. ക്യൂബനോട് പുതിയ സ്കില്ല് ഡിവൈൻ വെസ്റ്റബിൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് സംഭവം സ്റ്റോൺ എനർജി. ആ സ്റ്റോണിൻ്റെ എനർജി എല്ലാ ഡാഗറിലേക്കാകും. അവൻ്റെ ആ പുതിയ സ്കിൽ അത് 25% മാത്രമേ ആയിട്ടുള്ളൂ. എക്സ്പ്ലോഷൻ അവ 60% ചാൻസ് ഉള്ളൂ. ക്യൂബിനോട് ചെയ്യാനായിട്ട് തന്നെ പറയുകയാണ്. അവിടെ തന്നെ ലീവ് വന്ന് ഒറ്റയടി അവൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വന്നു. അതിനുശേഷം മൂമിച്ച് പിന്നെ വൈറ്റ് അത് കഴിഞ്ഞ് അവ അടിക്കാൻ നോക്കി കിട്ടി. അവൾ വന്ന് അവൾക്കും കിട്ടി. അയാൾ വളരെയധികം സ്ട്രോങ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എനിക്ക് ഫൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയെന്ന് ആൾക്കാർക്ക് അറിയാം. സോ അറിയാത്തവർക്ക് എനിക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ പറയുന്നേ ഉള്ളൂ. അവൻ്റെ ടെക്നിക്ക് ഇനി ഉപയോഗിക്കാൻ ഇനി പറ്റില്ലേ അല്ലേ? എനിക്ക് മനസ്സിലായി. അവന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സർവൈവ് ചെയ്യും എന്ന് പറയണം. എന്നാൽ കുറച്ച് പാടുപെടും. നീ പോ. അവള് പറയാൻ വരുമ്പോൾ നീ പോ, ഇത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് വെള്ള അയാളുടെ മുഖത്തേക്ക് അത് ബ്ലോക്ക് ചെയ്തു. അപ്പോഴാണ് എന്തോന്ന് അങ്ങോട്ട് എറിഞ്ഞ് പിടിച്ചപ്പോൾ തന്നെ എക്സ്പ്ലോഷനെ. ആ സമയം അവരവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ അതും പിടിച്ച് അവർ ഒരു തരത്തിൽ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവളെ അടിച്ച് സൈഡാക്കി അവനെ അടിച്ച് അവന് പിന്നെ നോക്കുന്നുണ്ടെന്ന് കഴിയുന്നില്ല. നീ പെട്ടെന്ന് ചാവട എന്ന് പറഞ്ഞ് ഒറ്റയിടി അവിടെ തെറിച്ചടിച്ച് വീണു. അവന് വായി തോന്നിയെല്ലാം പറയുന്നു. ക്യൂബിനോട് എത്ര നേരം? 1 മിനിറ്റ് 12 സെക്കൻഡ്. അത്ര നേരമോ? അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കാനാ? അപ്പോഴേക്കും അവനെ ഫിറ്റ് ചേർത്ത്, നീ എന്താ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ടിയോ അതോ ഹീറോ ആകാൻ നോക്കണോ? അതിനവൻ എല്ലാവരും നിന്നെ പോലെ സെൽഫിഷ് ആകില്ല. ലിയ അയൺ ഫിസ്റ്റ് ആക്കിയിട്ട് അവൻ്റെ ഏത് ഭാഗം വെട്ടണം എന്നൊക്കെ പറയുകയാണ്. അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ്റെ ബോധം പോയതുപോലെ. ആ സമയമാണ് ഷവിയൻ്റെ ഓർമ്മ. അയാളായിട്ട് ചിരി. പെട്ടെന്നാണ് പോയ മൂമിഷി പെട്ടെന്ന് വന്നിട്ട് പറയിക്കൂടി വന്ന് ഒറ്റ കുത്തകം ആ സോഡ് കുത്തിയിറക്കി. നീ തിരിച്ചു വന്നു. എന്നാൽ ലീക്ക് ഫിസിക്കലായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ക്യൂബ് മാറാനായിട്ട് അപ്പോൾ തന്നെ അവൻ പറയണം. അപ്പോൾ തന്നെ മാറി. അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഫൈറ്റ് പിന്നെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് അയാളെ അടിച്ചിടാൻ പറ്റുന്നില്ല. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അവളെ അടിച്ച് തെറിച്ചടിച്ച് വീണ്. ഡ്രഗ് ടെക്നോളജിയും വെച്ച് സ്റ്റോക്ക് ഈ സ്നീക്ക് അറ്റാക്കൊക്കെ വെറുതെയാണ്. ഈ ബ്ലേഡ് കൊള്ളാം, ലെവൽ ബി ആർട്ടിഫിക്റ്റ് എന്ന് പറഞ്ഞാൽ അവളെ കൊല്ലാനായിട്ട് വരുന്നത്. അതുകൊണ്ട് വാങ്ങിച്ച ഷോക്കായി. അപ്പോഴാണ് ക്യൂബ് മെർജ് കംപ്ലീറ്റ് ആയി. എജിലിറ്റി +3, സ്പീഡ് +1, ഐസ് ആട്രിബ്യൂട്ട്സ് ആണ്. കൊള്ളാം, ഇതാണ് എൻ്റെ ചാൻസ് എന്ന് പറഞ്ഞ് അതൊക്കെ എടുക്കുമ്പോഴാണ് മെർജി ഫെയിലായി. അത് കേട്ട് അവന് ഷോക്ക്. 30 സെക്കൻഡിനുള്ളിൽ എക്സ്പ്ലോഷൻ ആകും. അത് എക്സ്പ്ലോഡ് ആകുമെന്ന്. അത് കഴിഞ്ഞ് അവൻ എന്താ പറയാൻ വരുമ്പോൾ ഇനി 20 സെക്കൻഡ് കൂടി എന്ത് ചെയ്യും, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് 10 സെക്കൻഡ് ആയപ്പോൾ അയാൾക്ക് നേരെ എറിഞ്ഞ് കയ്യിൽ കുത്തി കയറി. എന്നാൽ ഒരു കുഴപ്പം ലയിക്കില്ല എന്നതാണ്. വാങ്ഷനെ അടിച്ച് തെറിപ്പിച്ച് അവൻ വീഴുമ്പോൾ അവൾ വന്ന് പിടിച്ചു. അപ്പോഴാണ് നിന്റെ ട്രിക്ക് അതൊന്നും എൻ്റെ അടുത്തൊന്നും ചിലവാകില്ല എന്ന് പറഞ്ഞ ഊരിയെടുത്ത്. ആ സമയം ടൈം തീർന്ന് എക്സ്പ്ലോഡായി. അവിടെ ഐസ് ആട്രിബ്യൂട്ട്സ് ആയിരുന്നല്ലോ. ടോട്ടലി ഫ്രീസായി. അയാളും ഫ്രീസായി. ഇതെങ്ങനെ പറയാൻ പാടാണ്. അവൻ ഡെഡായി എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ അവൻ്റെ പവർ സ്കൈ റോക്കിങ് വരെ കയറി വരികയാണ്. കണ്ടപടെ അവർ ഓടാനായിട്ട് പറഞ്ഞ് ഓടുകയാണ്. 550, 550, 550, 560. അവർ ഓടി ഒരു എഡ്ജിലെത്തി. ഈ വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത്, നീ പോ എന്ന വാങ്ഷ വന്നത് അവളെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ. എന്നാൽ അവനെ ഇവിടെ വിട്ടിട്ട് പോകാൻ അവൾക്ക് തോന്നുന്നില്ല. നീ എങ്ങനെ രക്ഷപ്പെടുക, ഞാൻ വരാം. ആ സമയം അലി ഐസും ബ്രേക്ക് ആക്കിയിട്ട് വരികയാണ്. കൊലവെറിയോടെ അവൾ പോകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒറ്റത്തള്ളു. 555. ശവയ, നീ ഇങ്ങനെ രക്ഷപ്പെടുക. ആളെ വിട്ടിട്ട് അവ ചാവൻ നിൽക്കണോ? ഒരിക്കലുമില്ല. 600 പിടിക്കാനായിട്ട് ഫോഴ്സിന് വന്ന് അവിടെ എത്തി. വന്ന ഫോഴ്സിൽ അവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് നോക്കിയാൽ അവനവിടെ കാണാതായി. അതുകൊണ്ട് എവിടെ പോയി എന്ന് അയാൾക്ക് മനസ്സിലായില്ല. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വെറുതെ, നിന്നെ ഇനി കണ്ടാൽ ഞാൻ വെറുതെ വിട്ടില്ല എന്ന് ഉറക്കെ പറയണം. അവൻ എവിടെയെന്ന് നോക്കിയാൽ ക്യൂബിനുള്ളിൽ. ആ ക്യൂബ് മൂശീൻ്റെ കയ്യിലാണ്. എന്നാൽ അവളത് അറിഞ്ഞില്ല.
നീ എങ്ങനെയാ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവനാകട്ടെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് വയ്യ. അവൻ അതെല്ലാം കഴിഞ്ഞ് ഒരു നോർമൽ ഡേ അവൻ പോവുകയാണ്. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ, അതെല്ലാം ഒരു അവസാനമായി. എന്നാൽ ഷവ്യ, ലു, മിക്സ്, ഷീഗുഷിൻ ഇവരാരെയെ പറ്റി എനിക്കൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നടന്നു വരുന്നു. പിന്നെ മൂമേശൻ്റെ അടുത്ത് എന്ത് പറയുന്നു, ജോയിൻ ചെയ്യുന്നു. അവനൊരു ഈ സ്കൂളിൽ നിന്ന് വന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ATCയിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നു. ഈ സൂപ്പർ ഹ്യൂമൻ ID കാർഡ് തന്നൊരു കോമ്പറ്റീഷനിൽ ചേരാനും. ഈ ATC അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ATC ട്രെയിനിങ് സെൻറ്റർ ദ സൂപ്പർ ഹ്യൂമൻ വേൾഡ് കോമ്പറ്റീഷൻ, അതിലേക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. എൻ്റെ ടീം മെമ്പറായിട്ട് നിന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കേലേ, അവനെന്നാ ഞാൻ എന്നാ വിഡ്രോ ചെയ്ത്. അതായിട്ട് നീ എന്താ പറയുന്നത്, ഞാൻ എന്തിനാണ് നീ തന്നെ ചെയ്യുന്നത് നടക്കറിയില്ലേ. എന്നാൽ അവനാട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഷവ്യല്ലേ. അത് കേട്ട് അവന് ശോകം, നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 43ാമത്തെ സൂപ്പർ ഹ്യൂമൻ വേൾഡ് ചാമ്പ്യൻ MVP അതാരാണെന്നറിയാമോ? അതാണ് ഷീഗുഷിൻ. എന്നാൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വളരെ പവർഫുള്ളാണ്. നീ ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിനക്കും ഷവ്യയ്ക്ക് അത് ഹെൽപ്പ് ആകും. അവനും അവളോടൊപ്പം ഉള്ളത് എല്ലാം ആലോചിക്കുകയാണ്. അവൻ ടെമ്പററി ആയിട്ട് നിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാം. അതിട്ട് അവൾ ഹാപ്പി. അങ്ങനെ എൻ്റെ ടീം ബെസ്റ്റായി ഷീഗുഷിൻ ബീറ്റ് ചെയ്യുന്ന ഉറപ്പായും വരും. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു, ഈ സീസൺ അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്ന് അടുത്ത സീസണിൽ കാണാം. അത് ഇതുവരെ റിലീസായിട്ടില്ല, ആകുമ്പോഴേക്കും ഇടാം. അഥവാ ഇനി റിലീസായെങ്കിൽ അത് പറഞ്ഞാൽ എനിക്കൊരു ഹെൽപ്പാകും. അപ്പോൾ ഓക്കെ, ബൈ.